നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിലാണ് വാസ്തവത്തിൽ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഇത് വേറൊരു വരമാണ്. ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ കിട്ടിയത് സ്പിരിച്വൽ വാർഫെയർ, എഫെസോസ് 6:10. അവസാനമായി അതിൻ്റെ പറയുന്നത് ആത്മീയ സമരം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാവുക. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ കണ്ടു. അതാണ് ഈ ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്. എനിക്കറിയില്ല എത്രത്തോളം ഇപ്പോൾ നിങ്ങൾ ഇത് പഠിക്കണമെന്ന്. ഇത് തന്നെ വേറെ ഒരു ധ്യാനത്തിൻ്റെ സബ്ജക്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിനെ ലഘുവായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ജനറലി എന്തെല്ലാം തരത്തിലുള്ള അശുദ്ധാരൂപികളുണ്ട്. അപ്പം അതിൽ ഇവിടെ 4 തരത്തിലുള്ള അശുദ്ധാരൂപികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഒന്നാമത് നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാത്താനെ നേരിടരുത്. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് വേണം സാത്താനെ നേരിടാൻ. അതെന്തെല്ലാമാണ്? ഇപ്പൊ ഇത് നമ്മൾ വിചാരിക്കും, അതായത് നമ്മളെ സാത്താൻ എന്തെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ നമ്മളിൽ തന്നെ ദൈവം അതിനെ പ്രതിവിധി തന്നിട്ടുണ്ട്, സാത്താൻ്റെ ശക്തിയെ നേരിടാൻ. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ നമ്മുടെ മസിൽ പവർ ഉപയോഗിക്കണം എന്നല്ല പറയണേ, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇനി 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തെല്ലാമാണ് സാത്താൻ്റെ പ്രവർത്തികൾ. മറ്റൊന്ന്, എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ. എന്തെന്നാൽ ഇനി പറയുന്നത്, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും. കണ്ടോ, അത് ഒരു സാത്താനാണ്. ഇത് സാത്താൻ്റെ ലോകത്തിലെ ബിഷപ്പുമാരെ പോലെയാണ്. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ. 2. 3, ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർ. 4 നമ്മൾ സാധാരണഗതിയിൽ അഭിമുഖീകരിക്കുന്ന സാത്താൻ. അതെന്താണ്? സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. എവിടെയാണത്? സ്വർഗീയ ഇടങ്ങൾ. ഇതാണ് ഏഞ്ചൽസ് ആർമിയിൽ കയറാൻ ചാൻസ് ഉള്ളത്. പള്ളിമേടകളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ. ഒന്നും വേണ്ട, നമ്മുടെ കുടുംബ പ്രാർത്ഥന നടക്കണ നേരത്ത് ഒരു കുട്ടി പിശാച് തീർച്ചയായിട്ടും അവിടെ കയറി വരും. കണ്ടിട്ടില്ലേ? ശരിക്കും കണ്ടിട്ടില്ലേ? അതാണ്. അപ്പോ അവിടെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം കയറാണെങ്കിൽ പോയി. അതാണ് അവൻ്റെ ലക്ഷ്യം. അതാണ് കുടില തന്ത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേക്കും ഒരാൾ പറയണം, മമ്മി എനിക്കിപ്പോൾ TV കാണണം. ഞാൻ TV കാണും. ഇല്ല മോനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ TV കാണണം. അപ്പോൾ അവിടെ 2 ചേരിയാവും. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ
ആന്നേ, നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചൂടെ? ഇപ്പോഴല്ലേ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം, ഈ സീരിയലിൻ്റെ സമയത്ത് തന്നെ പ്രാർത്ഥിക്കണമെന്നുണ്ടോ? പ്രാർത്ഥന എപ്പോഴും വേണമെങ്കിലും ചെല്ലാലോ. അപ്പോൾ പിള്ളേർ സീരിയൽ കാണട്ടതേ. അപ്പോൾ പിള്ളേർക്ക് സന്തോഷമായി, അപ്പം നമ്മുടെ കൂടെയായി. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് വിള്ളലുണ്ടാക്കാനാണ്. ഒരു കുടുംബത്തിൽ തന്നെ വിള്ളൽ പറഞ്ഞ ഇത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ദിവസവും കാണാം. നോക്കുമ്പോൾ സീരിയൽ ഇപ്പോഴല്ലേ ഉള്ളൂ, പ്രാർത്ഥന എപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കാലോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും പറയും? ആദ്യം ദൈവരാജ്യം അതിന്റെ നീതി അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണം നമുക്കൊന്നും. അപ്പൊ ഇവിടെയാണ് സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിനെല്ലാം മുൻകൂട്ടി നമ്മൾ കണ്ട് ഇതിനൊക്കെ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കണം. ഇതിനൊക്കെ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന ഒന്നാണ് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. ആദ്യം പറഞ്ഞതെല്ലാം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, പടക്കോപ്പുകൾ ഉണ്ടാക്കുന്നു. നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, അതൊന്നും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ശല്യപ്പെടുത്തുന്ന പ്രധാന ഈവിൾ ഈ കുട്ടിപ്പിശാചുക്കളാണ്. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അപ്പൊ അതിനിവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്, ഇത് വിശദീകരിക്കാൻ ഇപ്പോൾ വിശദീകരിക്കേണ്ട, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും 2-3 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇത് 2-3 പ്രാവശ്യമാണ് ഇത് ധരിക്കാൻ പറയണത്. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് എന്തെല്ലാമാണ് ഒരു പടയാളി എങ്ങനെ സ്വന്തം സംരക്ഷണത്തിനും പിന്നെ യുദ്ധം ചെയ്യാനും ഉള്ള, അപ്പം അതിലാദ്യത്തെ കാര്യം സ്വന്തം സംരക്ഷണമാണ്. അതിനാൽ കണ്ടോ, സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഇതെല്ലാം വളരെയധികം വിശദീകരണം ആവശ്യമുള്ളതാണ്. സത്യം എന്താണ്? സത്യം ഇവിടെ സത്യം കൊണ്ട് അരമുറുക്കി. എന്താണ് സത്യം? ഈശോ. അതാണ് യോഹന്നാൻ 14:6 പറയണത്, ഐ ആം ദ ട്രൂത്ത്. അപ്പൊ സത്യം ഒരു വ്യക്തിയാകും. സത്യം ഒരു വ്യക്തിയാകും. ഈ ഒരു അറിവ് തന്നെ, ആ അറിവ് നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിൽ വേറെ ഒരു ഫിനോമിനോളജി വരികയാണ്. നമ്മളുടെ ഒരു സെറ്റ് ഓഫ് മൈൻഡും നമ്മളിലൊരു ശക്തി പ്രസരിക്കുകയാണ് ചെയ്യണത്. നമ്മൾ വേറൊരു വ്യക്തി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ആ സത്യം എന്ന് പറയുന്ന യേശുക്രിസ്തു ഒരു വ്യക്തിയാണെന്നും ഇത് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് വിശുദ്ധ അഗസ്തീനോസിന്റെ കഥയാണ്. വിശുദ്ധ മോനിക്ക പുണ്യവതി അഗസ്തീനോസിനോട് ബിഷപ്പ് അംബ്രോസിനെ കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ബിഷപ്പ് അംബ്രോസിന്റെ പ്രസിദ്ധിയും അംബ്രോസിനെ കേൾക്കാൻ
ധാരാളം ആളുകൾ ഓടിക്കൂടുന്നതും വിശുദ്ധ അഗസ്തീനോസിനെ അല്ലെങ്കിൽ അന്നത്തെ അഗസ്തിക്കുട്ടിയെ വളരെയധികം ശ്രദ്ധപ്പെടുത്തി. അഗസ്തിക്ക് വേണ്ടതൊരു പേരും പെരുമയാണ്. അഗസ്തി വാസ് എൻ ഒറേറ്റർ ഇൻ ഗവൺമെന്റ്, ഒരു ചാൻസലർ ഒറേറ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഹി വാണ്ടഡ് ടു നോ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹിസ് അട്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അംബ്രോസിൻ്റെ അടുത്ത് ഓടിക്കൂടുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും എനിക്കും ഒന്ന് പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള പല മോഹങ്ങളിലൂടെയും അഗസ്തി അംബ്രോസ് പിതാവിനെ കാണാൻ അപ്പോയിൻമെൻ്റ് കിട്ടി, മോനിക്ക പുണ്യവതിയുടെ സ്വാധീനത്തിൽ. അങ്ങനെ അംബ്രോസിനെ കാണുകയാണ്. അപ്പോൾ അഗസ്തി ഓൾറെഡി അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലാറ്റോ ഇവരുടെ എല്ലാം ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് വളരെ ഒരു ജീനിയസ് ആയിട്ടുള്ള, ഒരു ബുദ്ധിശാലിയായിട്ടുള്ള, ഓൾറെഡി ഒരു നോൺ ഒറേറ്ററാണ്. അപ്പോൾ അംബ്രോസ് പിതാവ് അഗസ്തീനോട് ചോദിച്ചു, മകനെ, വാട്ട് ആർ യു ഡൂയിങ്? ഐ എം സെർച്ചിങ് ദ ട്രൂത്ത്. ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വാട്ട്? You are searching the truth? How can it be? Instead, the truth is searching you. Truth is a person. ഇത് അഗസ്തീനോസിന്റെ ലൈൻ ഓഫ് തോട്ടിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു. അഗസ്തീനോസ് പറയാണ്, ഐ ആം സെർച്ചിങ് ദ ട്രൂത്ത്. നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ സത്യാന്വേഷണ കഥ എന്ന പോലെ അഗസ്തീനോസ് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ചുകളും പഠനങ്ങളും പ്ലാറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ ഇവരെല്ലാം ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന തിങ്കേഴ്സാണ്. അവരാരും ക്രിസ്തുവിൻ്റെ സിദ്ധാന്തം മനസ്സിലാക്കിയിട്ടില്ല. അത് പറയുമ്പോൾ വിശുദ്ധ ജെറോം പിതാവ് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് പറയാണ്. കറ്റേനാവറയായിൽ വിശുദ്ധ തോമസ് അക്വീനാസ് എൻഡോഴ്സ് ചെയ്ത ഒരു കമന്റ് ഇതാണ്. ജെറോം പറയാണ്, പ്ലാറ്റോ പറഞ്ഞു ആത്മാവ് തലയിലാണ്, മനസ്സിലായോ എന്ന് ജെറോം എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഐ ഹാവ് നോ ക്ലെയിം ഓൺ ഇറ്റ്. നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു പഠിപ്പിച്ചു ആത്മാവ് ഹൃദയത്തിലാണ്. സോ ഇത് വാസ്തവത്തിൽ ഈ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ചിന്താസരണിയുടെ ഒരു പ്രധാന കാര്യം ഇതാണ്. വെസ്റ്റേൺ തിങ്കേഴ്സ് അധികവും ചിന്തയ്ക്കും തലയ്ക്കും റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്നാൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഏഷ്യൻ ചിന്താഗതി തന്നെ ഹൃദയത്തിന് ഊന്നൽ കൊടുക്കുന്നു. ഈ ഒരു ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനോളജി ഈസ് എക്സിസ്റ്റിംഗ്. അപ്പോൾ എനിവേ ഒരു ബിബ്ലിക്കൽ ഫിലോസഫേഴ്സ് എന്നുള്ള നിലയിലും ബിബ്ലിക്കൽ ട്രൂത്ത് എന്നുള്ള നിലയിലും ഒരു വലിയ ചിന്തകനും സഭാപിതാവുമായ അംബ്രോസ് പിതാവ് പറയാണ്, we know what is the basis of his telling. Jesus said, I am the truth. Truth is a person. പക്ഷേ ഈ ഒരേ ഒറ്റ പോയിന്റ് അഗസ്തീനോസിന്റെ കംപ്ലീറ്റ് ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. അവിടെ സ്വാധീനം, അതാണ് ഈ സ്വാധീനം. എങ്ങനെ സ്വാധീനം ഉണ്ടാകുന്നു? എ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അതായത് ട്രൂത്ത് ഒരു വ്യക്തിയാണെന്ന് അറിയുമ്പോഴും ആ സത്യത്താൽ അരമുറുക്കുക എന്നിവിടെ പറയുന്നതിൻ്റെ അർത്ഥം സത്യം തന്നെയായ ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ ആ
സത്യം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, നമ്മളുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മാവിന് വളരെ വലിയൊരു കരുത്ത് നൽകും. അന്നു മുതൽ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ ഒരു ചലനമുണ്ടായി. അഗസ്തീനോസിന്റെ ജീവിതം പാടെ മാറി. അങ്ങനെ സാവധാനം വീണ്ടും വീണ്ടും അംബ്രോസ് പിതാവിനെ ആയിട്ട് സമ്പർക്കത്തിലാവുകയും, എന്നാൽ അതേ സമയത്ത് അഗസ്തീനോസിന്റെ ജീവിതം വളരെ താറുമാറായ ഒരു ജീവിതമായിരുന്നു. മദ്യപാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം. അതോടൊപ്പം ഒരു അവിഹിത ബന്ധം, അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അഗസ്തീനോസ് അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ അപ്പൻ ഒരു അവിശ്വാസിയായിരുന്നു, മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൻ എന്നെ മാമോദീസ സ്വീകരിക്കാൻ അനുവദിച്ചില്ല, അഗസ്തീനോസിനെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അവിഹിത ബന്ധത്തിൽ തുടരേണ്ടി വന്നത്. ഞാൻ മാമോദീസ സ്വീകരിച്ചായിരുന്നുവെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുമായിരുന്നേനെ. ഇതാണ് ബുദ്ധിയുടെ കാഴ്ചപ്പാട്. എനിവേ, അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധവും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞും, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈശോയെ അറിയുന്നതും ഈശോയുടെ വചനം അഗസ്തീനോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അഗസ്തീനോസ് ഈശോയെ സ്വീകരിക്കുന്നു. അഗസ്തീനോസ് വിശുദ്ധ അംബ്രോസിന്റെ കയ്യിൽ നിന്നും മാമോദീസ സ്വീകരിക്കുന്നു. 33-ാമത്തെ വയസ്സിലാണത്. ഒരു ഹിസ്റ്റോറിക്കൽ എവന്റ് ആയിരുന്നു. അതിനുവേണ്ടി വിശുദ്ധ അംബ്രോസ് പ്രത്യേകമായ ഒരു ഗീതമെഴുതി. അതറിയേതാ ഗീതം? അതാണ് എന്താ പറയാ, ദൈവമേ സ്തോത്രങ്ങൾ ഞങ്ങളെന്നും സ്തുതിക്കുന്നു, നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ഇന്ന് കത്തോലിക്ക സഭ മുഴുവനും ഒഫീഷ്യലായിട്ട് അതിനെന്താ ടിഡിയം. ഇത് അഗസ്തീനോസിന്റെ മാമോദീസയ്ക്ക് വേണ്ടി സമയത്ത് വിശുദ്ധ അംബ്രോസ് അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. എന്തോ ഒരു വിസ്മരണീയമായ സ്തുതിഗീതമാണ്. എനിവേ, അപ്പൊ ഇത്രയും പറയാൻ കാരണം, ഈ ഒരു വാക്കിനെ നമ്മൾ ഇനിയും ധാരാളം ഉൾക്കൊള്ളണം. സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ആകുന്ന ആ വ്യക്തി നമ്മളിൽ അങ്ങ് ലയിക്കണം. നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്നെല്ലാം പറയണത്. വ്യത്യസ്ത രീതിയിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ കോശങ്ങളിലും, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ അധരത്തിൽ, നമ്മുടെ വചനത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ എല്ലാം ക്രിസ്തു 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 ക്രിസ്തു. വാസ്തവത്തിൽ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ഇവിടുത്തെ ഗ്രൂപ്പും ഇവിടുത്തെ സന്ദേശങ്ങളും ഇതൊക്കെ തന്നെ ഇങ്ങനെ വരായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ സ്വപ്നത്തിൽ വരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. ഇപ്പൊ ഇവിടെ വൃദ്ധനായിട്ട്, ഏറ്റവും വൃദ്ധനായിട്ടുള്ള ഞാനല്ലേ ഇവിടെ, അല്ലേ? ശരിയല്ലേ?
എനിവേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എണിക്കുമോ ഞാൻ, എന്നാലും ഉറക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ എണീറ്റ് നേരത്തെ വന്നു. നിങ്ങളെല്ലാവരും വരടേക്കും മുമ്പ് ഞാനിവിടെ എത്തി. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായില്ല അല്ലേ? ക്രിസ്തു നമ്മളിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ല. വേറെ ഒരു ഫിനോമിനയാണ് നമ്മൾ. അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അതാണ് ഈ പറയണതിൻ്റെ അർത്ഥം. സത്യം കൊണ്ട് അരമുറുക്കുക. അപ്പം അങ്ങനെ നമ്മളിൽ ക്രിസ്തു വചനമായിട്ട്, സ്നേഹമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊക്കെ ആയിട്ട് നമ്മളിൽ നിറയണം. അപ്പം അതാണ് സത്യം കൊണ്ട് അരമുറുക്കി. ഇനി അടുത്തത് നീതിയുടെ കവചം ധരിച്ചു. എന്താണ് നീതി? ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ രണ്ട് നീതിയാണ് നമ്മൾ ബൈബിളിൽ ഉള്ളത്. ഒന്ന് ഫരിസേയരുടെ നീതി, രണ്ട് യേശുക്രിസ്തുവിൻ്റെ നീതി. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയോ? ആ ക്ലാസ് വല്ലതും കേട്ടിട്ടുണ്ടോ? ദൈവനീതിയെക്കുറിച്ചുള്ള ക്ലാസ്, ദൈവനീതിയെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല? ഓക്കെ, അടുത്ത ധ്യാനത്തിൽ നമുക്ക് എടുക്കാം. അതിലേക്ക് കയറിയാൽ ഇന്ന് നമുക്ക് വൈകുന്നേരം ആയാലും തീരില്ല. എങ്കിലും ഒരു സൂചനയായിട്ട് പറയാം. ഇതാണ് മലയിലെ പ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ ആമുഖം. മത്തായി 5:20 പറയുകയാണ്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ 20 നീതിയെ എന്താണ് അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മളിപ്പോൾ സ്വർഗരാജ്യത്തിലാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത് വലിയൊരു കോൺസെപ്റ്റാണ്. എന്നിട്ട് അപ്പം ഈ ഇപ്പം മത്തായി 5 ഇത് പറയുമ്പോൾ 6 പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ വരദാനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും. മറിച്ച് നമ്മൾ ഫരിസേയ നീതിയിലാണെങ്കിൽ ഒരു വരദാനങ്ങളും പ്രവർത്തിക്കില്ല. മാത്രമല്ല കർത്താവ് പറയും, അവരെ വിട്ടേക്ക്, അവരെ ഇപ്പോൾ ഉപയോഗിക്കണ്ട, കാരണം അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവർ പറയുന്നു, ബ്രദറെ, എനിക്ക് സന്ദേശം കിട്ടിയിട്ടുള്ളതാണ്, ഞാൻ ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നു, പക്ഷെ ഞാനൊന്നും ചെയ്യണില്ല. എന്താ ചെയ്യാത്തത്? പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും ഈ ഫരിസേയ നീതിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല. അതാണ് പ്രശ്നം. അവർ വിചാരിക്കുന്നത് അവർ പറയണതാ ശരി. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയും, ഈ ഫരിസേയ മനോഭാവം തൊലി ഉലിഞ്ഞു മാറ്റിയാലേ അത് മാറുള്ളൂ. അതുപോലെ നമ്മളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പുതിയ വീഞ്ഞ്, പഴയ വീഞ്ഞ്, പുതിയ വസ്ത്രത്തിൽ പഴയ വസ്ത്രം ഏച്ചു കെട്ടാൻ പറ്റില്ല. ഈ പഴയ വസ്ത്രം എന്ന് പറയുന്നത് ഈ ഫരിസേയ നീതിയാണ്. അത് പുതിയ വസ്ത്രത്തിൽ ഏച്ചു കെട്ടിയാൽ വസ്ത്രം കീറും, പുതിയതും പോകും. പുതിയ വീഞ്ഞ്
പഴയ തോൽക്കുടത്തിൽ നിറയ്ക്കാൻ പറ്റില്ല, തോൽക്കുടം പൊട്ടും. ഇതിപ്പോ ഭയങ്കര വിശദമായി പോയല്ലോ. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പഴയ നിയമത്തിൽ ഇത് ജനറൽ ആയിട്ടൊരു അഭിഷേകത്തെ കുറിച്ച് പറയാണ്. പഴയ നിയമത്തിൽ 2 അഭിഷേകമുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ 3 അഭിഷേകമുണ്ട്. എന്തെല്ലാമാണ് 3 അഭിഷേകം? രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം. മത്തായിയുടെ ഇത്തിരി ജനറൽ ആണ്, എന്നാലും വളരെ ഇൻഫർമേറ്റീവും വളരെ സ്ഥായി ഘടകമാണത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദ ജീനോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് എബ്രഹാം. ഡേവിഡ് ആദ്യമാണ്. പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ നമ്മുടെ രീതിയിലനുസരിച്ച് അബ്രാഹം ആദ്യമാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ഒറിജിനൽ ടെക്സ്റ്റ്. എന്തുകൊണ്ടാണ് ദാവീദിന്റെ മകനായ, ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ, അബ്രാഹത്തിന്റെ മകനായ യേശുവിന്റെ വംശാവലി എന്ന് പറയുന്നതിന് കാരണം, യേശുവിനെ 3 അഭിഷേകത്തിലേക്ക് വരാൻ ഈ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ യേശുവിന്റെ പിതാമഹന്മാരിലെ 2 പേരുടെ ലീനിയേജ് ആവശ്യമായിരുന്നു. കാരണം അവർ 2 പേരിലും ഈ 2 അഭിഷേകമേ ഉള്ളൂ. ദാവീദിലുള്ള രാജകീയ അഭിഷേകമാണ് യേശുവിന്റെ അഭിഷേകത്തിലെ ഏറ്റവും വലിയ അഭിഷേകം. യേശുവിലുള്ള 3 അഭിഷേകത്തിൽ രാജകീയ അഭിഷേകമാണ് ഏറ്റവും ഉന്നതമായ അഭിഷേകം. അതുകൊണ്ടാണ് ദാവീദിന്റെ മകൻ എന്ന് ആദ്യം പറയുന്നതും യേശുവിനെ ദാവീദിന്റെ മകൻ എന്ന് അറിയപ്പെടുന്നതും. അപ്പോൾ ദാവീദിൽ രാജകീയ അഭിഷേകമുണ്ട്, പ്രവാചക അഭിഷേകമുണ്ട്, എന്നാൽ പൗരോഹിത്യ അഭിഷേകമില്ല. അബ്രാഹമിൽ പൗരോഹിത്യ അഭിഷേകമുണ്ട്, പ്രവാചക അഭിഷേകമുണ്ട്, രാജകീയ അഭിഷേകമില്ല. അപ്പൊ ഇത് 2നെയും കൂടി സ്പ്ലൈസ് ചെയ്തിട്ട് മുപ്പിരിച്ചരടാക്കിയിരിക്കുകയാണ്. അതാണ് മുപ്പിരിച്ചരട്. മനസ്സിലായോ? അങ്ങനെ പഴയ നിയമത്തിൽ ദാവീദിലും അബ്രാഹത്തിലും ഇല്ലെങ്കിൽ വേറെ ആരിലും ഇല്ലല്ലോ. ആരിലും ത്രിവിധ അഭിഷേകമില്ല. അതാണ് പഴയ വീഞ്ഞ്. അതാണ് പഴയ വീഞ്ഞ്. ഈ പഴയ വീഞ്ഞ് പഴയ തോൽക്കുടം. പുതിയ വീഞ്ഞിന് 3 അഭിഷേകമാണ്. അതുകൊണ്ടാണ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിക്കാൻ പാടില്ല. ഈ പുതിയ വീഞ്ഞ് 3 അഭിഷേകമുള്ള ഈ വീഞ്ഞ് പഴയ തോൽക്കുടമാകുന്ന ഫരിസേയ മനോഭാവത്തിലേക്ക് കയറിയാൽ അത് വർക്ക് ചെയ്യില്ല. തോൽക്കുടം പൊട്ടും. തോൽക്കുടം പോകും, വീഞ്ഞും പോകും. സാരാംശത്തിൽ ഫരിസേയ നീതി ദൈവനീതിയും തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. ഫരിസേയ നീതി എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളും അതിൻ്റെ എക്സ്പാൻഡഡ് ആയിട്ട് അവർ നിർവചിക്കുന്ന 600-ലേറെ ഉപകൽപ്പനകളും എല്ലാം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് നീതി എന്ന് പറയുന്നത്. റൈറ്റിയസ്നെസ് ഓഫ് ദ ഫാരിസീസ്. എന്നാൽ യേശുക്രിസ്തുവിലെ നീതി ഈ കൽപ്പനകളൊന്നും ആവശ്യമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അത് മാത്രം ആവശ്യമുള്ളൂ. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, നമ്മളെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിച്ചു, പുതിയ സൃഷ്ടിയാക്കി
തോളിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് റോമാക്കാർക്ക് ലേഖനത്തിൽ മുഴുവനും പ്രസരിച്ചിരിക്കുന്ന വലിയ ഒരു പ്രബോധനമാണ്. എല്ലാം പൗലോസിന്റെ ലേഖനങ്ങളിലുണ്ട്, ഈശോയുടെ പ്രബോധനങ്ങളിലുണ്ട്. എന്നാൽ എളുപ്പം മനസ്സിലാകാൻ ഒരു ഭാഗം എടുക്കാം. റോമർ 1:16-17. ഈ റോമർ 1:16 ഒരു കാലത്ത് നമ്മളെല്ലാം ആഘോഷിച്ച് പാടി നടന്നിട്ടുള്ളതാണ്. സുവിശേഷം ദൈവശക്തി, അത് രക്ഷയിലേക്ക് നയിക്കും. ദൈവശക്തിയിലെ 1:16 എന്താണ് പറയുന്നത്? സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. കണ്ടോ? ഇനി ഈ വചനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഇല്ലേ? 16. അടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കിയേ, 17. ഇത് കേട്ടിട്ടുണ്ടോ? അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? അധികം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇത് പ്രഘോഷിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഒരു അരക്ഷിതാവസ്ഥ. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ തുടങ്ങി 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും അധ്യായങ്ങൾ മുഴുവനും ഈ ദൈവനീതിയെക്കുറിച്ചുള്ള വിശദമായ പ്രബോധനമാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. 10-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വചനം ഒന്ന് വായിക്കാം. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും ഇസ്രായേൽക്കാർ യഹൂദർ രക്ഷിക്കപ്പെടണമെന്നാണ്. ഇനി അടുത്ത വചനം ശ്രദ്ധിച്ച് കേൾക്കണേ. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, എന്തെന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം കേട്ടതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. അതാണ്. വേറൊരു വഴിക്ക് നോക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളത് ഉരുവിട്ടു, വിഷമിക്കണ്ട. ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണിത് മനസ്സിലാക്കിയത്. ഇതിന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, വേറൊരു വഴിക്ക് നോക്കാം. റോമർ 3:20. 3:20 പറയുന്നത്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുന്നതേ ഉള്ളൂ. അതായത് നിയമം പഠിച്ചതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട് ആ നിയമം നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ഉപകരണമല്ല.
നിയമത്തിൽ നമുക്ക് മനസ്സിലാവും ഇന്നതെല്ലാം പാപമാണെന്ന് മനസ്സിലാവും. ഇന്നത് പാപമാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇത് കിഴക്കേലെ കാർത്തിയാനിക്കും അറിയാലോ, അറിഞ്ഞൂടെ? കൊല്ലണത് പാപമാണെന്നും വ്യഭിചാരം ചെയ്യണത് തെറ്റാണെന്നൊക്കെ അപ്പനെയും അമ്മേനെയും. അപ്പൊ അങ്ങനെയുള്ള പാപത്തെക്കുറിച്ചുള്ള അറിവ്, ഇറ്റ് ഈസ് ലൈക്ക് എ നാച്ചുറൽ ലോ. ഇത് അറിഞ്ഞത് കൊണ്ട് അതിൽ നിന്ന് മോചനം കിട്ടുമോ? ഇതിന് മോചനം കിട്ടാൻ വേറൊരാൾ വരണം, ഒരു മോചകൻ വരണം, ഒരു വിമോചകൻ വരണം. അപ്പൊ എന്തിനാണ് പിന്നെ നിയമം തന്നത്? നിയമം തന്നത് ഈ പാപത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. ഇനി അടുത്ത വചനം കേട്ടോട്ടോ, വളരെ ശ്രദ്ധിച്ച് വായിച്ചോളൂ. നിയമവും ഇച്ചിരി ആ സൗണ്ട് ഫീഡ്ബാക്ക് ഇച്ചിരി കിട്ടുമോ? അതുകൊണ്ട് തിരിച്ചു വെച്ചാൽ ഒരല്പം. നിയമവും പ്രവാചകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി. മനസ്സിലായോ? ഈ നിയമവും പ്രവാചകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. നിയമത്തിലൂടെ അല്ലാതെ അങ്ങനെ കിട്ടുമോ? നിയമത്തിലൂടെ അല്ലാതെ സോറി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് ഷോർട്ട് കട്ട്. നിയമത്തിലൂടെ അല്ലാതെ, അതാണ് സുസമാചാർ, അതാണ് ഗുഡ് ന്യൂസ്. ഇതാ വലിയൊരു സദ്വാർത്ത. നിയമത്തിലൂടെ അല്ലാതെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. നിയമത്തിലൂടെ അല്ലാതെ ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? വായിക്കൂ. അപ്പൊ ഇത് ഈ നിയമത്തിലൂടെ അല്ലാതെ എന്ന് പറയാൻ നിങ്ങൾ ധൈര്യപ്പെടുമെന്ന് എനിക്ക് സംശയമാണ്. എന്ത് പറയണത്? നിയമത്തിലൂടെ അല്ലാതെന്നോ? അപ്പൊ ഇത്രയും നാളും ഈ 10 കൽപ്പനകളെ പൂജിച്ചുകൊണ്ട് നടന്നത് ഇപ്പൊ വേണ്ടതോ? വേണ്ടെന്നല്ല, ആ കൽപ്പനകൾ വേണം. പക്ഷെ ആ കൽപ്പനകൾ നിങ്ങളെ രക്ഷിക്കില്ല. കൽപ്പനകളിലൂടെ അല്ല രക്ഷ. രക്ഷ ആരിലൂടെയാണ്? ഒന്ന് പറഞ്ഞ ഉച്ചത്തിൽ, യേശുക്രിസ്തുവിലൂടെ. ഇപ്പൊ ഏതാണ്ട് പിടികിട്ടുണ്ടല്ലേ? ഇനി വായിച്ചേ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ക്ലിയറായോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. അടുത്തത്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുന്നത് ഉത്ഭവപാപമാണ്. ഉത്ഭവപാപം മൂലം എല്ലാവരും പാപികളായി. അവർ, ഇനി അടുത്ത വേറൊരു സബ്ജക്റ്റാണ് കൃപ. അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. കുരിശിനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടെടുത്തു. രണ്ടാം തരം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനത്താൽ ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പാണ് നമുക്ക് നീതി നൽകുന്നത്. കൽപ്പനയുടെ പാലനത്തിലൂടെ അല്ല നാം നീതീകരിക്കപ്പെടുന്നത്. എന്താ? കൽപ്പന വേണം, പക്ഷെ കൽപ്പനകൾ നമ്മളെ നീതീകരിക്കുന്നില്ല. നീതീകരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ, അടുത്ത വാക്ക് കേട്ടോ, സൗജന്യമായി. നമ്മളൊന്നും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. യേശുക്രിസ്തു നമ്മളെല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത്
തൻ്റെ ശരീരത്തിൽ നമ്മളെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന ഇവിടെയാണ് ഈ നീതീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തുന്നു. അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരാണെന്നും തെളിയിക്കാൻ ഇപ്രകാരം ചെയ്തു. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് ഈ റോമാക്കാർക്ക് ലേഖനം മുഴുവനും ഒന്ന് രണ്ടാമത് വായിക്കുകയാണെങ്കിൽ 4, 5, 6, 7, 8 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആകയാൽ 8:1 ഇപ്പോൾ എല്ലാവരും 1 ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഉച്ചത്തിൽ ശിക്ഷാവിധിയില്ല. ഇതാരാണ് ഏറ്റവും ശബ്ദമായി പറഞ്ഞ് കേട്ടേക്കണത്? ആരാ? ഒരു ശബ്ദം നമ്മൾ ഓർക്കണ്ടോ? നായിക്കാമ്പറം വിളിച്ചല്ലേ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഞാൻ അങ്ങനെ ഇത് കേട്ടേക്കണത് കേട്ടോ. പക്ഷെ വേറെ ആരും പറയാറില്ലത്. വേറെ ആരും അങ്ങനെയൊന്നും പറഞ്ഞ് ശരിയാവില്ല, കുറച്ചൊക്കെ ശിക്ഷിക്കണം എന്നാലേ അവർ പഠിക്കുള്ളൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ ഫരിസേയൻ നമ്മുടെ അകത്ത് ഇപ്പോഴും ഉണ്ട്. കണ്ടോ? ഇതിൽ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ആകയാൽ ഒന്നുച്ചത്തിൽ പറഞ്ഞ് ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. നീ വായിക്ക്. എന്തെന്നാൽ ശ്രദ്ധിച്ച് വായിക്കണേ. യേശുക്രിസ്തുവിലുള്ള, ഇനി അവിടെ പറഞ്ഞേക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, ജീവാത്മാവിന്റെ നിയമം. മനസ്സിലായോ? അതായത് പരിശുദ്ധാത്മാവ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ 1966 പറഞ്ഞത്. 1966 അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോ, CCC. അതായത് പുതിയ നിയമം യേശുക്രിസ്തുവിലുള്ള നിയമവും പരിശുദ്ധാത്മാവിലുള്ള നിയമവുമാണ്. അപ്പൊ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവ്, അതായത് നമ്മുടെ ആത്മാവ് ആദത്തിന്റെ പാപം മൂലം മരിച്ച അവസ്ഥയിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ മരിച്ച അവസ്ഥയിലുള്ള നമ്മുടെ ആത്മാവിനെ യേശുക്രിസ്തുവിന്റെ ജീവനിലൂടെ, പരിശുദ്ധാത്മാവിന്റെ ജീവദാതാവായ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു, ജീവൻ നൽകി. അതാണ് ജീവദാതാവായ പരിശുദ്ധാത്മാവ്. അത് നിയമത്തിന്റെ പ്രവൃത്തിയല്ല. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പൊ ഈ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പനകളിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് പാപം എന്താണെന്നും ആ പാപത്തിന്റെ ശിക്ഷ മരണമാണെന്നും നമുക്ക് മനസ്സിലാവുന്നു. അതാണ് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം. പക്ഷേ രക്ഷ കിട്ടണില്ല. അതിലാണ് രക്ഷ കിട്ടണമെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിൽ പ്രവർത്തിച്ച് യേശുവിന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ ആത്മാവിനെ രക്ഷിക്കുന്നു.
ഇതാണ് ദൈവനീതി. 1992 കാറ്റഗിസത്തിൽ ഒന്ന് നോക്കാം. 1992 എന്താണ് ദൈവനീതി? 1992 അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ഇതിൽ കൃത്യമായ ഒരു നിർവചനം നമുക്ക് കാണാം. 1992 91 1992 സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. ദ ഇൻസ്ട്രുമെന്റ് ഓഫ് റിഡംഷൻ. ആ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. നീതിയുടെ കവാടങ്ങൾ. സങ്കീർത്തനം 118 നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ ദ ഡോർ. അതാണ് ആ അർത്ഥത്തിലാണ് 10-ാം അധ്യായത്തിൽ യോഹന്നാൻ 10 ഐ ആം ദ ഡോർ, നീതിയുടെ കവാടം. 118-ാം സങ്കീർത്തനത്തിൽ 17 ആ ഭാഗത്ത് നോക്കൂ. എന്നിട്ട് പറയാണ്, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. കർത്താവിന്റെ നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. എനിക്ക് ഈ നീതി മനസ്സിലായത് ഈ വചനത്തിൽ നിന്നാണ്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. അപ്പൊ ആ വിസ്മയാവഹമായ ഈ നീതിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ദൈവം തന്നെ നമുക്ക് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 1:30 പറയുന്നത്, ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കി. ഇവിടെയാണ് ഞാൻ ഈ അഭ്യസനം തുടങ്ങിയത്. കണ്ടോ, വളരെ പടിപടിയായിട്ട് നമ്മളോട് പറയുകയാണ്. ആദ്യം എന്ത് വേണം? ജ്ഞാനം. ദൈവം, എല്ലാവരും, ദൈവം അവനെ നമുക്കായി ജ്ഞാനവും. ഇത് കുറെ നാൾ പ്രാർത്ഥിക്കണം. ആ ജ്ഞാനം എന്തറിയാൻ? നീതി എന്താണെന്ന് അറിയാൻ. നീതിയും ഇതില് ഒരുപാട് തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നീതിന്യായ കോടതിയിലെ നീതിയാണ് ഈ നീതി എന്നാണ്. ഇറ്റ് ഈസ് നോട്ട്. ഇവിടെ നീതി എന്ന് പറയുന്നത് 1994 വായിക്കാം. യേശു ക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇനി കരുണയുടെ കാലം കഴിച്ചു, ഇനി നീതിയുടെ കാലം ഉണ്ടോ എന്ന് പോസ്റ്റീരിയർ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളതിന് കൊടുക്കുന്ന ട്യൂണാണ് പ്രശ്നം. പോസ്റ്റീരിയർ ഡയറിയിൽ കർത്താവ് പറഞ്ഞേക്കുന്നത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നീതിയുടെ കാലം കഴിഞ്ഞു, അല്ല കരുണയുടെ കാലം കഴിഞ്ഞു, നീതിയുടെ കാലം. എല്ലാവരും വറുത്ത് പൊരിക്കും.
ഈ അർത്ഥത്തിലല്ല ഫസ്റ്റീനയുടെ ഡയറിയിൽ നീതിയെക്കുറിച്ച് പറഞ്ഞേക്കണത്. അപ്പൊ ഈ ടോക്കുകൾ എനിക്ക് എന്നെ ഒരുപാട് ദൈവനീതിയെക്കുറിച്ച് ടോക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം വിളിച്ചു, പിന്നെ എന്നെ വിളിക്കണില്ല അവർ. അപ്പൊ ഞാൻ ഈ CCCയിൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് അവർ പറയണത്, അത് കഴിഞ്ഞിട്ട് വേറൊരാൾ പറയണത് ഞാൻ കേട്ടപ്പോഴേ ഞാൻ ആലോചിക്കാൻ, ദൈവമേ ശരിക്കിത് കരയുടെ കാലം കഴിഞ്ഞു, നീതിയുടെ കാലം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കേട്ട ആൾ ഇത് കേട്ട് ഇപ്പൊ എന്ത് വിശ്വസിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. ഒരാൾ വന്നൊരു ടോക്ക് കൊടുത്തു, അടുത്ത ആൾ വന്ന് കൊടുക്കണത് നേരെ വിപരീതം. എന്ത് വിശ്വസിക്കില്ലേ? നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ലേ? പണ്ട് തമാശ, നമ്മുടെ കൺവെൻഷനിലെ ഒരു ശൈലിയിൽ രാവിലെ നായിക്കാമ്പരമ്പലച്ചൻ വന്നു. നമ്മൾക്കറിയാവുന്ന ആൾക്കാരാണല്ലോ. നായിക്കാമ്പരമ്പലച്ചൻ ഹല്ലേലൂയ പറയാണ്ട് അച്ഛൻ്റെ പ്രസംഗം നടക്കുമോ? അത് കൺവെൻഷനാണെങ്കിൽ അച്ഛൻ എല്ലാവരെയും കൊണ്ട് ഹല്ലേലൂയ, ഇതൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ നടന്നിട്ടുള്ളതാണ്. ഭയങ്കര രസമാണ് അത്. ആ തമാശ ഞാൻ പിന്നെ പറയാം, ഇച്ചിരി തമാശ പറയണ്ടേ. എനിവേ, അപ്പൊ കൺവെൻഷന് അച്ഛൻ ഹല്ലേലൂയ എന്ന് 100 പ്രാവശ്യം നമ്മളെ കൊണ്ട് പറഞ്ഞ് അവിടെ രോഗശാന്തിൻ്റെ അവിടെ നിൽക്കണം. അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞ് പോയി വേറൊരു അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. കർത്താവിന് എന്താ അച്ഛൻ കേൾക്കാൻ പാടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ അമ്മാനമാടല്ലേ ചെയ്യണത്. സാധാരണ മനുഷ്യന് എന്ത് ചെയ്യുന്ന ആലോചിച്ചു നോക്ക്. കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങ് ലജ്ജ തോന്നുകയാണ്. ദൈവമേ, എന്തൊരവസ്ഥയാണ് നമ്മുടെ. എനിവേ, അപ്പൊ അത് ഐ ഡോണ്ട് നോ, ഞാനത് പറഞ്ഞത് നമ്മൾ ഒരു പുതിയ സുവിശേഷ വൽക്കരണം നിങ്ങളിലൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം സന്ദേശം. അതായത് ദൈവത്തിൻ്റെ വചനവും സഭയുടെ പ്രബോധനവും മാർപ്പാപ്പയുടെ പ്രബോധനവും കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും അടുത്ത തലമുറയ്ക്ക് സ്വാഗതാർഹം. കാരണം അവരറിവുള്ളവരാണ് അടുത്ത തലമുറ. അവർ എന്ത് കിട്ടിയാലും ഉടനെ ടക്ക് 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 ഗൂഗിൾ എന്താ പറയുന്നത്, എന്താ പറയുന്നത്, ChatGPT എന്താ പറയുന്നത് അടിച്ച് നോക്കാണ്. ഇപ്പൊ ഇനി അടുത്ത കാലത്ത് ChatGPT വാട്ട് ഈസ് റൈറ്റിയസ്നെസ്, റൈറ്റിയസ്നെസ്സിന്റെ ശരിക്കും ടീച്ചിങ് ChatGPT തരും. ഇപ്പൊ കാണണോ? ഇപ്പൊ ഞാൻ പറയാം, ഉടനെ ഇപ്പൊ ChatGPT പോകേണ്ട, വെറും ഗൂഗിളിൽ ചോദിച്ചാൽ മതി, വാട്ട് ഈസ് റൈറ്റിയസ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വന്നു കഴിഞ്ഞു. Righteousness of Jesus Christ is his perfect, normal character and flawless obedience to God, which through faith is given to believers, allowing them to be declared righteous and acceptable to God, essentially. മനസ്സിലാവണ്ട? ഈ പിള്ളേരെ നിങ്ങൾ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വിചാരിച്ചേക്കണത്? നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രമെല്ലാം അവർ കേൾക്കുമോ? അവരത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് അവര് തമാശ പറയും, ഈ മമ്മി പപ്പയ്ക്ക് ഇപ്പോഴും ഫനാറ്റിക്സ് ആണ്. ഞങ്ങളുടെ ChatGPT ഗൂഗിളും പറയണത് കണ്ടോ? See, essentially imputed to them as a free gift. See, ഇത് സെന്റ് പോൾ പറയണാണ്. Enabling a life transformed to be more like him. It is both a perfect legal declaration, justification, and a progressive internal transformation, sanctification, empowered by the Holy Spirit. ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടോ? Empowered by the Holy Spirit. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിന്റെ ശക്തിയിലൂടെ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നീതീകരണം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് കുറച്ച് ഗവേഷണം നടത്തണം.
നിങ്ങൾ ഈ ഭാഗം മുഴുവനും പഠിക്കണം. പിന്നെ ഗലാത്യ ലേഖനം മുഴുവനും പഠിക്കണം. പിന്നെ പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനം മുഴുവനും പഠിക്കണം. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഐ ക്യാൻ ഹെൽപ്പ് യു. അതിലൊക്കെ വായിച്ചിട്ട് യു ഡീൽ വിത്ത് മീ. നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ, നമ്മൾ അതിന് ചോദ്യോത്തരം തരാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആനന്ദം ഇതാണ്, എനിക്കിത് മനസ്സിലായി. അതിൻ്റെ ഒരു രസം പറയുകയാണെങ്കിൽ, ഒരിക്കലൊരു ക്ലോയിസ്റ്റഡ് കോൺവെൻറ്റ് മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുകയാണ്. ജർമ്മൻകാരാണ്. അപ്പം എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യണ പെണ്ണ് അവൾ നമ്പർ 1 ഫരിസേയാണ്. എന്ന് പറഞ്ഞാൽ നിയമം മാത്രം മതി എന്നുള്ള ഒരു ഇതിലുള്ളതാണ്. അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. ഏത് നിയമത്തിലൂടെ അല്ലാതെ ഈ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു, യു ട്രാൻസ്ലേറ്റ് വാട്ട് ഈസ് റിട്ടൺ, ഇറ്റ്സ് നോട്ട് മൈ ടീച്ചിങ്. അപ്പോഴാണ് എനിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും, എന്തുകൊണ്ട് ഇവരൊന്നും, അപ്പൊ ഈ ഫരിസേയ നീതിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിൽ വരദാനം പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ വിസിബിളായിട്ട് ഒരുപാട് പേരിൽ കണ്ടു. നമ്മുടെ തന്നെ കൂടെയുള്ള പല ആളുകളും വളരെ ആവേശമുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, അവർക്ക് തീഷ്ണതയുണ്ട്. പക്ഷെ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്താണ് അവരുടെ കുറവ്? അവർക്ക് ദൈവനീതിയെക്കുറിച്ചുള്ള അറിവില്ല. അവരുടെ സ്വന്തം നീതിയെക്കുറിച്ചാണ്. അത് ഞാൻ ഇന്നത് ചെയ്താൽ, ഈ പ്രമാണങ്ങൾ ഇന്നമാതിരി പാലിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു മിഥ്യയിലാണ്. യേശുക്രിസ്തു എന്തിനു വന്നുവെന്നോ, യേശുക്രിസ്തു എന്ത് ചെയ്തുവെന്നോ, യേശുക്രിസ്തു എന്തിന് രക്തം ചിന്തിയെന്നോ അവർ കണക്കാക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പറയായിരിക്കും കുർബാനയിലെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രഘോഷത്തിൽ അറ്റ്ലീസ്റ്റ് കുർബാന നടത്തുമ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് കിട്ടണം. പ്രഘോഷത്തിലൂടെ ഒന്നും കിട്ടണില്ല. നമ്മൾ ചെല്ലുമ്പോൾ രോഗശാന്തി ഇതെല്ലാം ഉണ്ടാവും. രോഗശാന്തി കിട്ടാനായിട്ട് യേശുവിൻ്റെ നാമം പറഞ്ഞാൽ രോഗശാന്തി കിട്ടും. ഒരിക്കലും എൻ്റെ ഒരു ധ്യാനം കൂടിയ അച്ഛന്മാരുടെ ധ്യാനം പരമ്പരയായിട്ട് ഞാൻ ധ്യാനിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യ മുതൽ ഇങ്ങേയറ്റം വരെ. അന്ന് വേറെ ആരും ഇംഗ്ലീഷിൽ ധ്യാനിപ്പിക്കാൻ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഒരുപാട് അച്ഛന്മാരവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം നമ്മളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു അച്ഛൻ പറയാണ്, അപ്പോൾ അച്ഛൻ എൻ്റെ എല്ലാ വർഷവും എൻ്റെ ധ്യാനം കൂടും, അങ്ങനെ അതിനകത്ത് വളരുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ഞാനിങ്ങനെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, നമ്മൾ ഈ അയൽവക്കക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കന്യാസ്ത്രീമഠം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ മതിൽ കിട്ടും. എന്താ? അയൽക്കാരനോടുള്ള സ്നേഹമേ. ഒരു അച്ഛൻ്റെ ഒരു മൊണാസ്ട്രി തുടങ്ങുകയാണെങ്കിലും വലിയൊരു മതിൽ കിട്ടും. എന്നിട്ട് ഒരു അൽസേഴ്സും പട്ടീനെയും വയ്ക്കും, മഠവും. അപ്പോൾ ഇതൊക്കെ ഉത്തരേന്ത്യയിലെ ഒരു സ്റ്റൈലാണ്. അയൽക്കാരനോടുള്ള സ്നേഹം. ഈ പട്ടിയുടെ ഒരു ഗുണം എന്താണെന്നറിയോ? പട്ടിക്ക്, അല്ലെങ്കിൽ ഗുണവും ദൂഷ്യം എന്ന് പറഞ്ഞാൽ, പട്ടിക്ക് തനിക്ക് കഞ്ഞി തരണവരെ മാത്രം സ്നേഹിക്കാൻ പറ്റുള്ളൂ. വേറൊരാളെ സ്നേഹിക്കാൻ പട്ടിക്ക് പറ്റില്ല. കാരണം പട്ടിക്ക് ആത്മാവില്ല. അതുകൊണ്ടാണ് പട്ടി മറ്റൊരാളെ കാണുമ്പോൾ ഉടനെ കടിക്കും. തനിക്ക് കഞ്ഞി തരുന്ന ആളെ സ്നേഹമാണ്. അത് തന്നെ സ്നേഹിക്കണവനെ പട്ടി സ്നേഹിക്കും. തന്നെ സ്നേഹിക്കാത്തവനെ പട്ടിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ വലിയ പട്ടീനെ വെക്കുന്നത്. അതായത് അയൽവക്കക്കാർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ നേരെ കടിക്കും പാടുണ്ടാകും. എനിവേ, അത് വേറൊരു സിദ്ധാന്തം. അപ്പം ഇതെല്ലാം കേട്ടിട്ട് ഒരു അച്ഛൻ എന്ത് ചെയ്തു? അപ്പം അച്ഛൻ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങി. അപ്പം അച്ഛൻ എന്നോട് പറയാണ്, ബ്രദറെ, ഐ ആം സോ ഡിലൈറ്റഡ് വിത്ത് യുവർ ടീച്ചിങ്. ഞാൻ ഏതായാലും ഈ മിഷൻ സ്റ്റേഷനിൽ ഈ കോമ്പൗണ്ട് വാൾ പണിയാൻ പോണില്ല, ഞങ്ങൾ തുറന്നിടാൻ പോവാം.
വാട്ട് ഡു യു തിങ്ക്? ഐ സെഡ് ഡു ഇറ്റ്. അതാണ് യഥാർത്ഥ സ്നേഹം അയൽക്കാരനോടുള്ള. നമ്മളെ അയൽക്കാരൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മതിൽ കെട്ടി അവരുമായിട്ട് എന്തോ ഒരു വലിയ വിടവുണ്ടാക്കാൻ. എനിവേ, അറ്റ്ലീസ്റ്റ് ഒരു കമ്പി വേലിയൊക്കെ കെട്ടിയാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോ അച്ഛൻ എന്ത് ചെയ്തു? ഇതാണ് സംഭവം. ഒരു വേലിയും കെട്ടിയില്ല. അപ്പൊ റിസൾട്ട് എന്തുണ്ടായി? ആ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം അച്ഛൻ്റെ കോമ്പൗണ്ടിൽ വന്നിട്ട് ഫുട്ബോൾ കളി ഒരു വശത്ത് ബാഡ്മിൻ്റൺ, അവരുടെ അഴിഞ്ഞാട്ടത്തിനുള്ള സ്ഥലമായി. അതിനിടയ്ക്ക് അവർ അച്ഛൻ്റെ മുറിയിൽ വന്ന് ഫ്രിഡ്ജിൽ കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവർ കഴിക്കും. കിച്ചണിൽ വന്ന് അതൊക്കെ എടുക്കും. അച്ഛനത് ഭയങ്കര ഒരു കമ്പനിയായി. റിസൾട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ പിള്ളേരും യുവാക്കളും അച്ഛൻ്റെ ആൾക്കാരായി. ഇത് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഇതൊരു അപകടമാണ് തോന്നിയിട്ട് അവർ അച്ഛനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി അച്ഛനെ ഞങ്ങൾക്ക് കൂടെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇവർ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാവരും വന്നിട്ട് പറയണം, ഇത് ഞങ്ങളുടെ അച്ഛനാണ്, ഈ അച്ഛനെ തൊട്ട് കളിക്കരുത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ? ഇങ്ങനെ ഇരിക്കെ അതിലൊരുത്തൻ്റെ പേര് ഗണേശൻ എന്നാണ്. അവന് പെട്ടെന്ന് ഭയങ്കര പനിയായി. അവൻ ആശുപത്രിയിലാണ്. പനി കുറയണില്ല. അവൻ്റെ അമ്മ വന്നിട്ട് അച്ഛനോട് പറയാണ്, फादर जी आप थोड़ा आके एक बार प्रार्थना करेगा तो मेरा लड़का चंगा हो जाएगा. അച്ഛൻ ഒന്ന് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പനി മാറും. ഇപ്പം എന്ത് ചെയ്യണം? അച്ഛൻ അങ്ങനെ ഈ അമ്മയുടെ ആഗ്രഹം ഇതിന് കണ്ടുകൊണ്ട് അവൾ ആശുപത്രിയിൽ പോയി. അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രഭു യേശു കെ നാം പർ ചംഗാ ഹോ ജാओ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞ ഉടനെ അവൻ സൗഖ്യമായി. സൗഖ്യമായെന്ന് മാത്രമല്ല ഡോക്ടർ പറഞ്ഞു യു ക്യാൻ ഗോ ഹോം. അന്ന് വൈകുന്നേരം തന്നെ അവൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം, ഇത് അച്ഛൻ്റെ സാക്ഷ്യം, പിറ്റേ ദിവസം അവന് സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും, ഇന്നലെ വരെ നീ ഇത്രയും ഭയങ്കര പനിയായിട്ട് കിടന്നപ്പോൾ നീ എങ്ങനെ ഇന്നിവിടെ വന്നു? അതെ, वो जो फादर जी आके मेरे सिर में हाथ लगा के यीशु की नाम से चंगा हो जाओ ऐसा बोला तो मैं चंगा हो गया. अच्छा ऐसा हो गया. അങ്ങനെ ഇവൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇവനെല്ലാവരും അതിശയം, എല്ലാവരോടും അവനിത് പറയാൻ തുടങ്ങി. യേശു की नाम से चंगा हो जाओ करके फादर जी मुझे प्रार्थना किया तो मैं चंगा हो गया. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ ഒരുവന് ഭയങ്കര പനി. അപ്പോൾ ക്ലാസ് ടീച്ചർ ആകെ ബേജാറായി, ഇവനെ എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകണമല്ലോ. ക്ലാസ് ടീച്ചർ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഓടി നടക്കാണ്, വണ്ടി പിടിക്കാൻ. ഇവൻ പറയാണ്, ടീച്ചർ ജി ജरा सुनिए, कल मुझे ऐसे ही बुखार था, इन्होंने എനിക്ക് ഇതുപോലെ അവസ്ഥയായിരുന്നു. वो जो फादर जी आके क्या मंत्र बोला वो मुझे मालूम है, मैं जरा करके देखूं क्या? ആ ഫാദർ ഇന്നലെ എൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചത് എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം, ഞാനതൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. ആ फादर जी, वो फादर जी मेरे सिर पर हाथ लगा के बोला यीशु की नाम से चंगा हो जाओ, बोला तो मैं चंगा हो गया. वो मुझे मालूम है, वो मैं करके देखूं क्या? ठीक है, करके देखो, होगा तो अच्छा हो गया. ശരിയായ ശരിയായി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവൻ വന്നിട്ട് ഈ കൊച്ചിന്റെ തലയിൽ കൈ വെച്ചിട്ട് हे प्रभु कल जो फादर जी ने मेरे सिर पर हाथ लगा के बोला यीशु के नाम से चंगा हो गया तो हो गया, ऐसा इसको भी चंगा करो, यीशु के नाम से चंगा हो जाओ. പനി വിട്ടുമാറി. ഇത്രയും അച്ഛൻ പറഞ്ഞിട്ട്, അച്ഛന്റെ സാക്ഷ്യമാണ്, ഇത്രയും അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ പറയാണ്, മൈ ഡിയർ ഫാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, if you don't exercise this charism, the Ganeshans will do it. മനസ്സിലായോ? അച്ഛൻ പറയണം, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഈ ദൈവം തന്ന വരദാനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഈ നാട്ടിലെ ഗണേശന്മാരങ്ങനെ ചെയ്യും. ഇതാണ്
ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അഭിഷേകമുള്ള വൈദികര് പോലും അയ്യോ ഞാൻ പ്രാർത്ഥിക്കാനില്ല, അത് വലിയ ധ്യാനഗുരുക്കന്മാരുടെ അടുത്ത് പോകണം, എനിക്ക് അതിൻ്റെ അഭിഷേകം കൊണ്ട് തോന്നുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരെ ഞാനിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ്റെ കയ്യിലൊരു വലിയ പോള, ഒരു പപ്പടം പോളയ്ക്കണ മാതിരി ഒരു പോള. അപ്പൊ അച്ഛൻ പറഞ്ഞു, തോമസ് പോളെ ഇതൊന്ന് പ്രാർത്ഥിക്കാമോ? ഇത് നല്ല ഒരു സാധനമാണ്, നമുക്ക് ഈ ഹീലിംഗ് എക്സർസൈസ് ചെയ്യാനായിട്ട്. അച്ഛൻ ഒരു ഉച്ച വരെ കാത്തിരിക്കും. ഉച്ചയാകുമ്പോൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഓൺ ഹീലിംഗ്, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്നും ഈ എക്സർസൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനിങ്ങനെ നിൽക്കാണ്, കണ്ടോ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോ അച്ഛന് സൗഖ്യമാകുന്നു? ഒരു പപ്പടം ഉളച്ചമായിരിക്കാണ്. എന്തോ ഒരു ബ്യൂട്ടിഫുൾ വിസിബിൾ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു, അറിയാമോ? എല്ലാവരും ഭയങ്കര ആകാംക്ഷയായി. ചിലവർക്ക് ഒരു ധൈര്യമില്ല, പിന്നെ ഇതൊക്കെ നടക്കാൻ പോവുകയാണ്, ഇതൊക്കെ വെറുതെ പറയണല്ലേ, നോക്ക്. അപ്പോ ഞാൻ പ്രാർത്ഥിക്കല്ലോ, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാലും മതി. അപ്പോൾ പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളൊരു വായോ എന്ന് പറഞ്ഞ് 3-4 പേര് വന്നു. അവർ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുകയല്ല, ഈ പപ്പടം പോളച്ചിരിക്കണത് സാവധാനം അവിഞ്ഞ് കംപ്ലീറ്റ് ഹീലായി. പ്രൈസ് ദി ലോർഡ്. ആ അച്ഛൻ അതിൽ പിന്നെ എന്തായിരിക്കും അച്ഛൻ്റെ ഒരു സ്റ്റാറ്റസ് ആലോചിച്ച് നോക്കി. രോഗശാന്തിക്ക് ഇതിനൊക്കെ ഹീ ഈസ് നൗ ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പറയാൻ കാരണം ഈ ദൈവനീതി മനസ്സിലായാലേ ഈ വരങ്ങളൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കും. ഇത് മനസ്സിലായിട്ടും ശരിയില്ല. ഇത് ഈ തോമസ് പോളും ഇങ്ങനെ കുറെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു അയച്ചുകൊണ്ടും ഈ കുറച്ചൊക്കെ ഒന്ന് ശിക്ഷിച്ചാലേ ശരിയാവുള്ളൂ. അവർ ഒരു വരദാനവും അവരിൽ പ്രവർത്തിക്കില്ല. അവരിലുള്ള അഭിഷേകം ഡ്രൈ ആവണത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ആരെയും പറയുന്നില്ല. ഐ ആം വാച്ചിങ് ദം, മെനി ഓഫ് ദം. അവർ മറ്റുള്ളവരെ കൊണ്ട് സന്ദേശങ്ങളൊക്കെ എടുപ്പിക്കും. ഒരിക്കൽ ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഞാനുണ്ട്, വേറെ ഒരു ആളെൻ്റെ കൂടെയുണ്ട്, അത്ര പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സന്ദേശം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവിടെ തോളിൻ്റെ എല്ലിന് വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടും. അയ്യോ അതൊന്നും പറയണ്ട, സൗഖ്യമായില്ലെങ്കിലോ? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇല്ല, എന്നാ ശരി ബ്രദർ പറഞ്ഞോട്ടാ, ഞാൻ പോയി. മനസ്സിലായോ? അപ്പൊ ഞാൻ വളരെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കൃത്യമായിട്ട് കേൾക്കാം കർത്താവ് പറയണത്. ഐ ബിലീവ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇത് പറയല്ല, ഒരു വെള്ളക്കാരിയാണ്, അവൾ ഓടി വരികയാണ്. അവളങ്ങ് വികാര പരിധിയായിട്ട് ദിവസങ്ങളായിട്ട് എനിക്ക് കൈക്ക് വേദനയായിട്ട് അനക്കാതിരുന്നതാണ്. ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തി. അങ്ങനെയുള്ള സാക്ഷ്യമാണ് വേണ്ടത്. നമ്മൾ പഴയ സാക്ഷ്യത്തിന്റെ വീഡിയോ കാണിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അവർ പറയും, അത് നിങ്ങൾ ഇന്ത്യക്കാരിൽ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. അപ്പൊ നമ്മളിലൂടെ ഓക്കെ, ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഒറ്റ വചനത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിൻ്റെ നീതി. ഇത് വളരെ വലിയൊരു ഘടകമാണ്. ഇത് വർഷങ്ങളെടുത്തു ഞാനിത് പഠിക്കാൻ. ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രബോധനമുണ്ട്, മാർപ്പാപ്പന്മാരുടെ പ്രബോധനമുണ്ട്, കത്തിക്കിസത്തിലെ പ്രബോധനമുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത് അനുഭവമാകണം, ഇത് അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുകയും പാപികളോട് യേശുവിനുണ്ടായിരുന്ന മനോഭാവം. എന്താണ് യേശുവിനുണ്ടായ മനോഭാവം? അതാണ് ഫരിസേയരുടെ കംപ്ലൈന്റ്. ഇപ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15 പറഞ്ഞില്ലേ, അതിന്റെ ആദ്യത്തെ വചനം എന്താ? ഇവരെന്താണ് ഈ പാപികളോട് കൂട്ടുകൂടണേ? ലൂക്ക 15:1 പറയുന്നത് എന്താണ്?
ലൂക്ക 15:1. ആ, ആരാണ്? ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? അവരോടാണ് ഈ ഉപമ. ഇനി ഇതാണ് വേറൊരു ടെർമിനോളജി. ഈ ഉപമകൾ വായിക്കുമ്പോൾ ആദ്യം ചിന്തിക്കണം, ഇത് ആരോടാണ് ഉപമ, ആരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഉപമ എന്നുള്ളത്. അവരോടാണ് ഉപമ. അപ്പൊ അതുകൊണ്ടാണ് ഉപമയുടെ അവസാനത്തിൽ മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠനാണ് അവിടുത്തെ ഹീറോ. അതാരാ? അത് ഈ ഫരിസേയനാ. അവര് ദൈവഭവനത്തിലാണെങ്കിലും കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ അനുഭവിക്കാതെയും ദൈവത്തിന്റെ സ്നേഹം കിട്ടാതെയും ജീവിക്കുന്ന അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? എനിവേ, നമുക്ക് ചായ കുടിക്കാൻ സമയമായോ? ചായ ഉണ്ടോ? ആ, സമയമായി. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എഫേസോസ് 6:10 ഒറ്റ വാക്കാണ്. എനിക്കറിയില്ല എന്താ പറഞ്ഞത്. നീതിയുടെ കവചം ധരിച്ചു. മനസ്സിലായ എന്താണ് നീതിയുടെ കവചം? ദ ബ്രസ്റ്റ് പ്ലേറ്റ്. അതായത് നമ്മളുടെ ആ ദൈവനീതിയിലുള്ള വിശ്വാസം നമുക്ക് കവചമായിരിക്കും. ദൈവനീതിയിലുള്ള വിശ്വാസം അത് ധരിച്ചാൽ മാത്രമേ പിശാചിനെതിരായിട്ട് പടവെട്ടാൻ നമുക്കൊരു ആവേശം ഉണ്ടാവുള്ളൂ, നമുക്കൊരു യോഗ്യത ഉണ്ടാവുള്ളൂ. പിശാച് പോവുള്ളൂ. അല്ലെങ്കിൽ പോടാ ഞാൻ പോവില്ല എന്ന് പറയും, നേരിട്ട് പറയും ഞാൻ പോവില്ല എന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞില്ലേ, പൗലോസ് പറഞ്ഞാൽ ഞാൻ പോവും, നീ പറഞ്ഞ ഞാൻ പോവില്ല. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. അപ്പം ഇവിടെ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാം. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. പിന്നെ അടുത്തത് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. ഈ പാദരക്ഷകൾ ധരിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ടീച്ചിങ് ഞാൻ കേട്ടേക്കുന്നത് നല്ലൊരു. ഇപ്പൊ നമ്മൾ ഫയർ ബ്രിഗേഡുകാരെ കണ്ടിട്ടുള്ളൂ. ഫയർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫയർ എഞ്ചിൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ഈ ഫയർ ബ്രിഗേഡ്സ് ഇരിക്കുന്നത്. അവിടെ ഒരു ചൂട്ടുണ്ട്, ഒരു ചൂട്ട്. അതായത് ഫയർ അലാം കേട്ടാൽ ഉടനെ ഇയാള് പെട്ടെന്ന് അതിനകത്തേക്ക് ആ ചൂട്ടിലൂടെ എന്ന് പറഞ്ഞ് ഈ സീറ്റിൽ വന്ന് ഇരിക്കും. കീ ഓപ്പൺ ആൻഡ് ഡ്രൈവ് ഔട്ട്. അതിനുവേണ്ടി ഇയാള് എപ്പോഴും റെഡി ആയിട്ടിരുന്നോളണം. എങ്ങനെ റെഡി ആയിട്ടിരുന്നോളണം? ഈ തന്റെ ആ നേരത്ത് ഷൂ ഇടാൻ പോകാനൊന്നും പറ്റില്ല. ഫയർ അലാം കേൾക്കുന്ന നേരത്ത് ഞാനിപ്പോ ഷൂ ഇടുന്നു പറഞ്ഞാൽ ഹി വിൽ ബി കിക്ക്ഡ് ഔട്ട്, ഹി വിൽ ബി നോ മോർ ഇൻ ദ ജോബ്. അയാള് ഷൂ ഇട്ട് റെഡി ആയിട്ട് അവിടെ ഇരുന്നോളണം. എപ്പോ വേണമെങ്കിലും ഫയർ അലാം വന്നാൽ എന്ന് പറഞ്ഞ ആ ചൂട്ടി കൂടി ഈ എഞ്ചിന്റെ സീറ്റിലേക്ക് വന്നിട്ട് ഓടിച്ച് പോകും. അതുപോലെ റെഡിനെസ് ആയിരിക്കണം സുവിശേഷം പ്രഘോഷിക്കാൻ. ഈ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് പനക്കലച്ചൻ്റെ ഫോൺ വരണം. പനക്കലച്ചൻ അങ്ങനെ സാധാരണ വിളിക്കാറില്ല, ആരെങ്കിലുമൊക്കെ കൊണ്ട് വിളിക്കാറുള്ളൂ. പനക്കലച്ചൻ വിളിക്കണം. ഞാൻ എന്താ തോമസ് പോളെ ഒന്ന് ഇവിടെ വരാമോ, ഒരു ക്ലാസ് എടുക്കാനാണ്. യെസ്, ഇപ്പോൾ വരാനോ. അതാണ് ആടോ അവിടെ സുവിശേഷ പ്രഘോഷത്തിന് വരാതിരുന്ന ആളെന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരാളെ പെട്ടെന്ന് കിട്ടാൻ എന്നെ എനിക്കും കാണിച്ചു കൊടുത്തത്. പറഞ്ഞു ശരി വാ പോവാം, വണ്ടി ഓടിച്ച് അവിടെ വന്ന് വണ്ടി അവിടെ നിന്ന്. എടാ ക്ലാസ് എന്ത് ക്ലാസ് എടുക്കണ്ടേ? മനസ്സിലായി? ക്ലാസ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. സ്റ്റേജിൽ കയറുന്ന എടുത്താലും ചോദിക്കില്ല ഏത് ക്ലാസ്സാ.
ആന്തരിക സൗഖ്യം. ഓക്കെ, ശരി, ആന്തരിക സൗഖ്യം റെഡി. പരിശുദ്ധാത്മാവ് ശരി, പാപം ശരി, എന്ത് ചോദിച്ചാലും എന്തെടുക്കാൻ റെഡി ആയിട്ടിരിക്കണം. എന്നിട്ട് 3 മണിക്കൂർ ആ ഡിവൈൻ്റെ മെയിൻ സ്റ്റേജിൽ നിറഞ്ഞു നിന്നുകൊണ്ടൊരു വൈബ്രേറ്റിംഗ് എഫക്റ്റ്. അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛനിടയ്ക്ക് നോക്കി ചിരിക്കും ചിരിക്കും ചിരിക്കും. അവരെല്ലാം അൽമായരെ പ്രൊമോട്ട് ചെയ്യണതിന് നമ്പർ 1 ആണ്. നായിക്കാമ്പറം വിളിച്ച് വരയ്ക്കുന്നത്. നായിക്കാമ്പറം വിളിച്ചതിൻ്റെ കഥ ഒന്ന് പറയാം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് നീണ്ട കഥയായിപ്പോയി. ഇത് ഷോർട്ടായിട്ടൊരു സ്റ്റോറി പറയാം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വന്ന അച്ഛന്മാർ ടൂർ വരുന്ന ഒരു വലിയ എന്താണ് കീബോർഡ് ഒക്കെ ആയിട്ട് വരും. പാട്ടൊക്കെ ഹിന്ദിയിൽ പഠിച്ചിട്ട്. അപ്പോൾ അവർ മലയാളത്തിലെ പാട്ട് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന്, ആകാശത്തിൻ കീഴെ വേറൊരു നാമമില്ലല്ലോ, അതിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ആസ്മാൻ കാ നീച്ചെ ദൂസരാ നാം നഹി. ഇത് പാടിയാൽ ഈ ഹിന്ദിക്കാർക്ക് അത് പാടാനേ പറ്റില്ല. അവരിങ്ങനെ മിണ്ടാതെ കേട്ടിരിക്കും. അവരുടെ നാവ് അതിന് മടങ്ങില്ല. അതാണ് രസം. അവര് മിണ്ടാതിരിക്കും. അപ്പൊ അച്ഛനായി ഷോക്ക് അടിച്ചു. ഇവിടെ നിന്ന് വലിയ ഓർഗനൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വലിയ മ്യൂസിഷ്യൻസ് വന്നിട്ട് അവരങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ പോണ നേരത്ത് ഞാൻ 1-2 ഹിന്ദി പാട്ട് പാടിയായിരുന്നു. ഹിന്ദി പാട്ട് അവിടുത്തെ കൊളോക്കിയൽ, അവിടുത്തെ ആൾക്കാർ പാടണമാതിരി. അപ്പൊ അച്ഛന് പെട്ടെന്ന് തോന്നി, ആ പാട്ടുകാരൻ തോമസ് പോളിനെ കൂടെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഒരു പാട്ട് പാടി ഇവരൊന്ന് സ്തുതിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്ത് വിചാരിക്കുന്നൊന്നുമില്ല. ഞാനങ്ങ് പാടാൻ തുടങ്ങി. ബോലോ യേശു നാം നാം, ബോലോ യേശു നാം. ഒത്തിരി ഹൈപ്പിച്ചായി. നമ്മുടെ പിച്ചതാണ്. ബോലോ യേശു നാം നാം, ബോലോ യേശു. എല്ലാവരും എഴുന്നേറ്റിരുന്ന് പാടാൻ തുടങ്ങി. ബോലോ യേശു നാം നാം, ബോലോ ക്രിസ്തു നാം. 1/2 മണിക്കൂർ ഇത് മാത്രമുള്ളൂ. बोलो यीशु नाम नाम, बोलो यीशु नाम, बोलो क्रिस्തു നാം നാം. അച്ഛന് ഭയങ്കര സന്തോഷമായി. വലിയ രോഗശാന്തി എല്ലാം നടക്കണം. അത് നമ്മൾ അവരുടെ ലാംഗ്വേജിലേക്ക് അങ്ങ് ഇറങ്ങണം. ഞാൻ അവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ കാറ്റക്കിസ്റ്റുമാർ പാടണം. ഇനി വേറൊരു സ്റ്റൈലുണ്ട്. ഇതിങ്ങനെയല്ല ശരിക്കും. അവര് പരത്തി പാടും. പരത്തി ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, ബോലോ. ഇങ്ങനെ പാടിയാൽ അവർക്ക് ഭയങ്കര അഡാപ്റ്റബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ പാടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഈ ഹിന്ദി ധ്യാനം നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഞാൻ തന്നെയാണ് പാട്ടും, വേറെ പാട്ടുകാരുണ്ട്, എന്നാലും ഞാൻ എല്ലാ പാട്ടും പാടി. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. जब से प्यारा यीशु आया मेरा जीवन बदल. അതുകൂടാണ്ട് എൻ്റെ ഒരു ഫേമസ് പാട്ടുണ്ട്. यीशु मेरे दादा, यीशु मेरे त्राता, उसका ही मैं गुण गाता. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. यीशु मेरे दाता, यीशु मेरे त्राता, उसका ही मैं गुण गाता. वही है ईश्वर पुत्र प्यारा प्यारा, परम पिता का वह न्यारा न्यारा, वही है सबका सहारा सहारा. यीशु में. അപ്പോൾ ഞാനും നായിക്കാമ്പറം അച്ഛനും കൂടി ഇങ്ങനെ ഒരുപാട് കൺവെൻഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. പാട്ടുകാരൻ തോമസ് പോൾ. അത് കഴിഞ്ഞിട്ടുള്ളത് കൂടി ഒന്ന് പറഞ്ഞേക്കാതായാലും.
അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയും അവിടുത്തെ ഇതിന് മുമ്പ് ഉണ്ടായ സംഭവമാണത്. ഈ ഇൻഡോറിലെ പിതാവ് എന്നെ വലിയ താല്പര്യമാണ്. ഞാൻ ഈ ഹിന്ദിയിൽ ഇൻഡോറിൽ ഒരുപാട് സുവിശേഷ വേല ചെയ്തു. നമ്മുടെ റാണി മരിയൊക്കെ എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളതാണ് പല പ്രാവശ്യം. അപ്പം അന്ന് ധ്യാനങ്ങളുടെയൊക്കെ അവസാനം ഞാൻ പറയും, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാനും വചനത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവർ എത്ര പേരുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ആദ്യം ചാടി എഴുന്നേറ്റിരുന്നത് റാണി മരിയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് അവിടെ ഒരാളുണ്ട്. എനിക്ക് അപ്പൊ അച്ഛന് ഈ പിതാവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിതാവ് പറഞ്ഞു, അടുത്ത മാസം നായിക്കാമ്പറമ്പിൽ അച്ഛൻ വരുന്നുണ്ട്. യു ആൾസോ കം, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു സോ ദാറ്റ് യു ക്യാൻ ഹെൽപ്പ് ഹിം, മേ ബി യു ക്യാൻ ഗീവ് സം ടോക്സ്. അപ്പോൾ ഞാനവിടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കണു, സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കണു, അവരുടെ ഗ്രാമങ്ങളിൽ സുവിശേഷ വേല ചെയ്യണം. ഞാനവിടെ ഒരു അക്സെപ്റ്റഡ് സുവിശേഷ പ്രഘോഷകനായി ആൾറെഡി. അപ്പം ഞാനിവിടുന്ന് ഒരു രാത്രി മുഴുവനും ബസ് യാത്ര ചെയ്തിട്ട് ജബൽപൂരിൽ നിന്ന് ഇൻഡോറിലേക്ക് ചെല്ലുകയാണ്. അപ്പം എൻ്റെ മനസ്സിലൊക്കെ കോട്ട കെട്ടുകയാണ്. അച്ഛൻ ഇന്ന ക്ലാസ് എടുക്കാൻ ചോദിച്ചാൽ അത് പറയണം, ഇന്ന വചനം പറയണം, ദൈവസ്നേഹം പറയാൻ ചോദിക്കുകയാണെങ്കിൽ അത്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യാം, പാപം പശ്ചാത്താപമാണെങ്കിൽ ഇത് ചെയ്യാം, യേശു രക്ഷകനാണെങ്കിൽ ഇതൊക്കെ പറയും. ഇങ്ങനെ രാത്രി മുഴുവനും ഞാൻ ഏത് സബ്ജക്റ്റാണ് അച്ഛൻ എന്നോട് പറയാൻ പോണത് അതിന് ഞാൻ ഒരുങ്ങി പോകുക കേട്ടോ. അവിടെ ചെന്ന് അച്ഛനെ പരിചയപ്പെടുത്തി. അച്ഛൻ പറഞ്ഞു, ആ ഹല്ലേലൂയ ഹല്ലേലൂയ ശലബല ഹലബല ഹലബല. തൽക്കാലേ അവിടെ പോയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. എന്റെ മനക്കോട്ടകളൊക്കെ പോയി. പക്ഷെ പെട്ടെന്ന് ഞാൻ വീണ്ടും പെട്ടെന്ന് ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് തോന്നിച്ചാണല്ലോ, ഞാനതങ്ങ് സ്വീകരിച്ചു. അതൊരു മോമെന്റ് ആയിരുന്നു. അത് നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം. അപ്പോൾ വാസ്തവത്തിൽ ഈ ബിഷപ്പിനും അല്പം പ്രയാസം തോന്നിയെങ്കിലും അങ്ങനെ. അപ്പോൾ ഇൻഡോറിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും വലിയ ധ്യാനമാണ്. 100-300 അച്ഛന്മാരുണ്ട്, 100-500 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവരുടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിരുന്ന് ശക്തമായിട്ട് ഉപവാസ പ്രാർത്ഥന 5 ദിവസം ധ്യാനം ഭയങ്കര വിജയിച്ച്. അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ എന്നിട്ട് പറയാണ്, അടുത്ത ഇതിലും വലിയൊരു ധ്യാനം പാറ്റ്നയിലുണ്ട്, അവിടെയും തോമസ് പോള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാമോ? അപ്പോഴും നമുക്ക് പ്രമോഷനൊന്നുമില്ല, പക്ഷേ ഞാൻ വരാം. അപ്പോൾ ഞാൻ അതിന് നേരത്തെ കൂട്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ധ്യാന സമയത്തെല്ലാം ഫുള്ള് ഉപവസിക്കാൻ തയ്യാറായിട്ട് വന്നു. അപ്പം അന്ന് വേറെ ആരുമില്ല മധ്യസ്ഥ പ്രാർത്ഥിക്കും, ഞാൻ മാത്രമേ ഉള്ളൂ. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ ഒരു മുടന്തുള്ള ഒരു കന്യാസ്ത്രീ ഇങ്ങനെ 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 നടന്ന് ഈ ചാപ്പലിലേക്ക് വന്നു. ചാപ്പലിലേക്ക് വന്നപ്പോൾ അവരൊരു ഫോറിൻ സിസ്റ്ററാണ്, അവർ ഓസ്ട്രിയ എന്നുള്ളൊരു കന്യാസ്ത്രീയാണ്. കർത്താവ് പറയാണ്, ഇവരുടെ ഈ സിസ്റ്ററിൻ്റെ കാലിന് നീളം കുറവുണ്ട്, നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നീളം കൂടും. ഞാൻ പ്രാർത്ഥിച്ച നീളം കൂടും. യെസ്. അപ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, ഓ തോമസ്, forget about it. This is more than 40 years I am like this. I will go like this. God want me to suffer like this. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് മനസ്സിലായി, ഈ സിസ്റ്റർ നല്ല വെയിറ്റാണ്. ഈ സിസ്റ്ററിൻ്റെ കാലിന്, ഈ മുടന്തുള്ള കാലെന്ന് പറയണം, മുട്ടിന് ഭയങ്കര വേദനയാണെന്നാണ് പറയണത്. വാസ്തവത്തിൽ ആ കാലിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. സിസ്റ്ററിൻ്റെ മറ്റേ കാലിന് നീളം കുറവായതുകൊണ്ട് ഈ ബോഡി വെയിറ്റ് മുഴുവനും ഈ നീളം കൂടുതലുള്ള കാലിൽ വരുന്നത് കൊണ്ടാണ് വേദന. ഇങ്ങനെ എനിക്ക് തോന്നിച്ചു. വാട്ട്,
I have been treating this for 40 years. കണ്ടോ, ഈ ഒരു കുഴപ്പമില്ലാത്ത കാലിലാണ് ഈ 40 വർഷവും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഈ ഡിസൈൻമെന്റ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ കർത്താവ് പറയണത് സിസ്റ്ററിന്റെ ഒരു കാലിന് നീളം കുറവാണ്, അതിന് നീളം കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പാട്. വാട്ട്? I can't believe it. Don't worry, I believe. എനിക്കറിയില്ല, അതിനു മുമ്പ് എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും നടക്കുന്നു. പക്ഷെ ഈശോ പറഞ്ഞു, നോ, യു വിൽ ഡു ഇറ്റ്. അപ്പൊ ഞാനും പറഞ്ഞു, ഞാൻ പറയണത് സാധിക്കുന്നു. സിസ്റ്റർ, ഹൗ ഡു ഐ നോ? ഞാൻ പറഞ്ഞു, അവിടെ ഒന്ന് ഇരുന്നാൽ മതി. ഈ ബാക്ക് ആ ദിവാളിയിൽ ചേർത്തൻ ഇരുന്ന് കാല് നീട്ടുമ്പോൾ കാല് നീളം കുറച്ച് കാണും. വേറെ എക്സാമിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. യു സിറ്റ് ആൻഡ് ലെറ്റ് സ്ട്രെച്ച് യുവർ. നോക്കിയപ്പോൾ എന്താ, ഒരു കാല് നീളം കുറവാണ്. Now what to do? എന്ന് പറയല്ല, കർത്താവിന്റെ ശക്തി അങ്ങ് ഇരച്ചു കയറി. ജീസസ്, യു കമാൻഡ് ടു ദ ബോൺസ്. ഞാൻ ആ സിസ്റ്ററിന്റെ കാലിനെ പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ, the name of Jesus, let all the bones and blood vessel elongate എന്ന് പറയല്ല, ഈ കാല് നീളം കൂടി വന്ന് മറ്റേ കാലിന്റെ അത്രയായപ്പോ പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ സ്റ്റോപ്പായി. സിസ്റ്ററിന്റെ ഈ മസിൽസിലൊക്കെ അങ്ങ് വലിഞ്ഞിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഞൊണ്ടി സിസ്റ്റർ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നടക്കണം. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആകെ ഇതെന്ത് സംഭവിച്ചു? താമസ് പോൾ. ഇത് പറയല്ല, സിസ്റ്റർമാര് കുറെ ഓടി വന്ന് 100 കണക്കിനുള്ള അസുഖങ്ങൾ, കൈ ഒടിഞ്ഞിട്ട് ശരിയായിട്ടില്ല, മൂക്കിൽ ദശ വളർന്നേക്കണം, ഇങ്ങനെയൊക്കെ. ഞാൻ പടപടി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്തായി? പ്രശ്നം അവിടെ ധ്യാനത്തിലിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ അച്ഛനെന്നെ വിളിപ്പിച്ച്, താൻ എന്ത് ചെയ്യണം? ഇവിടെ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞേ? ഇവിടെ ഇപ്പൊ ധ്യാനം നടത്തുന്നിടത്ത് ആളുകളില്ല, ആൾക്കാരൊക്കെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന. ക്ഷമിക്കണം. ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ്. യെസ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അച്ഛനത് എന്നും ഓർക്കും. അത് യു ആർ സോ ഒബീഡിയൻറ്റ്. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതോടെ നമ്മൾക്ക് ഭയങ്കര ഒരു അഭിഷേകം മനസ്സിലായി. അത് ആലോചിച്ച് നോക്കുക. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ലാൻഡ്മാർക്കാണ്. അതായത് എല്ലിനോട് കൽപ്പിക്കുമ്പോൾ എല്ല് നീളം കൂടണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായി. ഒരുപാട് സ്ഥലത്ത് എല്ല് നീളം കൂടല് ഒരു സ്ഥിരം പരിപാടിയായി. ഒരു ചങ്ങനാശ്ശേരിയിലാണോ കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ വലിയ ജനമാണ്. അപ്പോൾ വലിയ ആരാധന നടത്തി വലിയ സ്തുതിപ്പോടെ കാണും. അപ്പോൾ ഒരാൾ വന്നേക്കാം, തനെന്ത് രോഗശാന്തിയാർത്ഥന ഇത് കണ്ടില്ലേ? അവിടെ ഒരു പെണ്ണിന് വയ്യാണ്ടായി കരയാണ് കിടന്നു. രോഗശാന്തി അർത്ഥന അവിടെ ഒരു പെണ്ണിന് കാലിനും ഭയങ്കര വേദനയായിട്ട് കരയണം. അപ്പൊ ഞാനിവിടെ ഗായക സംഘത്തോട് നിങ്ങൾ പാട്ട് പാടുന്നു പറഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് എന്താണ്? അപ്പൊ അതിൻ്റെ കൂടെ ഒരു ആളുണ്ട്, ഒരു പെണ്ണുണ്ട്, ഒരു അമ്മച്ചിണ്ട്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ കാലിന് ഭയങ്കര വേദനയാന്നാ പറഞ്ഞത്. കാലിന് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പൊ ഈ കാലിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് കാല് കുറച്ച് നീളം കുറവായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എന്താ, അത് കാല് നീണ്ടു വരണം. അപ്പോഴാണ് ഇയാളോട് കണ്ടു, ഈ കാലിന് നീണ്ടു വരണം. എല്ലാവരും അവിടെ കൂടി. 8 ഇഞ്ച് നീളം കുറവുണ്ടായിരുന്ന കാല് നീണ്ടു വരണം. അത്ഭുത രോഗശാന്തി. അതവിടെ അത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തതോടുകൂടി ഭയങ്കര പേപ്പർ റിപ്പോർട്ടേഴ്സ്, ന്യൂസ് പേപ്പറിൽ ഫോട്ടോ ഒക്കെ എടുത്ത ആളുകൾ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നമുക്ക് ചങ്ങനാശ്ശേരിയിലെ കൺവെൻഷൻ ഇവരെ സാക്ഷ്യം പറയാൻ അവിടെ കൊണ്ടുപോയി. ഇതും ഒരു വലിയ അത്ഭുതങ്ങളാണ്. ഡിവൈനില് നമ്മുടെ ആ വിജാതീയരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഇതേമാതിരി കാലിന് നീളം കുറഞ്ഞ ഒരു പെണ്ണിന്റെ കാല് നീണ്ടു വന്നു.
അപ്പൊ ഇതെല്ലാം ജന്മനാ ഉള്ള അസുഖങ്ങളാണ് ഇതെല്ലാം പലതും. എനിവേ, അപ്പോൾ ഐ ഡോണ്ട് നോ ഇതൊക്കെ എന്തിനാ പറയണെന്ന്. ഒന്ന്, നമ്മൾ വിശ്വസിക്കണം, നമ്മളിലൂടെ, സാധാരണ മനുഷ്യരിലൂടെ കർത്താവ് ഇങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. വായു ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ, ഈ മക്കളെ, ഇവരിലുള്ള വരദാനങ്ങളെ ജ്വലിപ്പിക്കണമേ, വരദാനങ്ങളെ ജ്വലിപ്പിക്കണമേ. അത്ഭുത രോഗശാന്തി വരം ധരിപ്പിക്കണമേ, വരദാനങ്ങളെ ജ്വലിപ്പിക്കണമേ. അഭിഷേകം നൽകണമേ. ദൈവനീതിയെക്കുറിച്ചും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള ദൈവനീതി മനസ്സിലാക്കി കൊടുക്കണമേ, ദൈവനീതി മനസ്സിലാക്കി കൊടുക്കണമേ, ദൈവനീതി മനസ്സിലാക്കി കൊടുക്കണമേ, ദൈവനീതി വെളിപ്പെടുത്തി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം തുറക്കണമേ, രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം തുറക്കണമേ. അത്ഭുത രോഗശാന്തി അഭിഷേകം തുറക്കണമേ, അത്ഭുത രോഗശാന്തി അഭിഷേകം തുറക്കണമേ. വരദാനങ്ങളുടെ അഭിഷേകം തുറക്കണമേ, വരദാനങ്ങളുടെ അഭിഷേകം തുറക്കണമേ. യേശു ക്രിസ്തുവിലുള്ള അതേ അഭിഷേകം തുറക്കണമേ. ബന്ധിതർക്ക് മോചനവും. ഇപ്പം എളിയില് ശക്തമായ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. എളിയില് വേദന, ഈ ഈ ഹിപ്പ് ജോയിന്റിന് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഉള്ളവരാരെങ്കിലും ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈനിലായിരിക്കാം. ഇവിടെ ആർക്കെങ്കിലും എളിയില് ഹിപ്പ്, എളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഹിപ്പ്, ഇവിടെ നല്ല വേദന എനിക്കിപ്പോൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ സൗഖ്യം കിട്ടുന്നുണ്ടെന്നാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന മാറും. എളിയിൽ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തും. എനിവേ, നമുക്ക് നന്ദി പറയാം. വലിയ രോഗശാന്തി വരം, രോഗശാന്തി വരം, രോഗശാന്തി വരം, രോഗശാന്തി വരം. കാലുകൾ നീളം കൂടട്ടെ, കൈകൾ നീളം കൂടട്ടെ, രക്തധമനികൾ വികസിക്കട്ടെ, പൂർണ്ണ സൗഖ്യം, രോഗശാന്തി വരും. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Deliver us from all evil. Praise the Lord. ഇരിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഡെലിവറൻസ് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് മിഖായേൽ മാലാഖിനെയും അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിച്ചു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈശോ മിശിഹ ഒന്നും പറഞ്ഞിട്ടില്ല. ആര് പ്രാർത്ഥിക്കണതാ നല്ലത്? ഈശോ മിശിഹ പ്രാർത്ഥിക്കണോ, മിഖായേൽ മാലാഖ പ്രാർത്ഥിക്കണോ? അപ്പോൾ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന സഭ അപ്രൂവ് ചെയ്ത പ്രാർത്ഥനയുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഇതിനേക്കാൾ എല്ലാം പവർഫുൾ ആയിട്ടുള്ളത് യേശു പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ 3 സ്ഥലത്ത് ശക്തമായ ഡെലിവറൻസ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ അത് ആ ബോധ്യത്തോടു കൂടി അങ്ങയുടെ രാജ്യം വരണമേ, അവിടെ ഒരു ഡെലിവറൻസ് നടക്കും. അങ്ങയുടെ ഹിതം നിറവേറണേ, അവസാനം ഡെലിവറസ് ഫ്രം ഓൾ ഈവിൾ. ഇപ്പൊ ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവർ വിളിച്ചിട്ട് ചെന്നാണ്, അവിടെ ഭയങ്കര പിശാച് ബാധയുണ്ട്. പിശാച് ബാധ വിസിബിളായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മളവിടെ ചെല്ലുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സമാധാനം, നമുക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഫീലിംഗ് കിട്ടും നമുക്ക്, പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കൈ കോർത്ത് പിടിച്ച് സാവധാനം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിർത്തി ഈശോ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കണം എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച. അങ്ങനെ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞതോടെ കംപ്ലീറ്റ് സമാധാനമായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും ഈ ഡെലിവറൻസ് നടത്താം. വേറെ ഒന്നും ചെയ്യണ്ട, ഡെലിവറൻസ് പറയാൻ വേണ്ട. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന
ഒന്ന് സാവധാനം എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് കൈകോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഒരുവിധം കുട്ടി പിശാചുക്കളൊക്കെ പോകും. അതിനും വലുതുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരും. പിന്നെ എങ്ങനെ അതിനെ ഡെലിവറൻസ് നടത്തണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തരും. ഇപ്പൊ വീണ്ടും അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി പറയാം. ഇപ്പൊ നമ്മൾ ചായ കുടിച്ചിട്ട് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ ഈ ഡെലിവറൻസിന്റെ കുറച്ചുകൂടി കാര്യം പറയാം. അല്ല, എപ്പോഴാ കുർബാന? 5:45. കുഴപ്പമില്ല. ഇപ്പം അപ്പോൾ ഇപ്പം മണി 4:30 ആയിട്ടുള്ളൂ. 5 മണിക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. 5 മണി മുതൽ 5:45 വരെ നമ്മൾ 5:30 വരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വേഗം ചായ